ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ കയ്യിലുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. എനിക്ക് 2 പ്ലാന്റാണുള്ളത്. ഒന്ന് ഞാൻ ഒരു വലിയ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്, പെയിൻറ്റ് ബക്കറ്റിൽ. അതുപോലെ തന്നെ വേറൊരെണ്ണം നിലത്താണ് വെച്ചിരിക്കുന്നത്. ഇത് പെയിൻറ്റ് ബക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ നിറച്ചും പൂക്കളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പൂക്കളൊക്കെ ഉണ്ടായെങ്കിലും കുഞ്ഞു കായകൾ ഉണ്ടായിട്ട് അത് പോയിരുന്നു. ഇതിപ്പോൾ അതൊക്കെ ശേഷം ഉണ്ടായതാണ്. 2 കായ ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ ഒരെണ്ണം ഏകദേശം പഴുത്തു. അപ്പോൾ അതൊന്ന് പറിക്കുവാണ്. അപ്പോൾ കുറേ നാളായി അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസം വന്ന് നോക്കും. ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, അന്നത്തെ ഒരു ടേസ്റ്റ് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ അതിന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു അറിവാണ് ഇപ്പോൾ എനിക്കുള്ളത്. മധുരവും ചെറിയൊരു പുളിയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ വേറൊരു പ്ലാന്റ് നിലത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ കായകളും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെടിക്ക് കുറച്ചും കൂടി മറ്റു ചെടീനേക്കാളും കുറച്ചും കൂടി ആക്കം കൂടുതലാണ്. ഇതിലും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ 2 വലിയ കായകളാണ്. അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് കായകൾക്ക്. നല്ല വലിയ കായകളാണ് ഉണ്ടായിരിക്കുന്നത്. നിറച്ചും പൂക്കളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നിലത്ത് വെക്കുകയാണ് തോന്നുന്നത് നല്ലത്. ബക്കറ്റിൽ വെക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറെ പാത്രങ്ങളിലൊക്കെ വെക്കുന്നതിനേക്കാളും നിലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ സ്റ്റാറിൻ്റെ ഷേപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള രീതി അറിയപ്പെടുന്നത്. അതിന് ചെറിയൊരു മധുരവും പുളിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്.